നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തീയതി ഞാൻ അറിയിക്കാം. ഇന്നിപ്പം നിന്നെ ചവിട്ടാൻ വകുപ്പില്ലാത്തതുകൊണ്ടാ നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ. സാറ് വരാൻ പറയുന്ന തീയതിയില് ഞാൻ വരാം. അന്ന് കാണാം നമുക്ക്. സാറ് തല്ലുന്നതും ഞാൻ കൊള്ളുന്നതും. എന്തായാലും സാർ ഈ പരാതിയിൽ നടപടി എടുക്കണം സാർ. പ്ലീസ് സാർ. അഞ്ജനയുടെ ഭർത്താവിന്റെ പരാതിയിലാ ഞാൻ നടപടി എടുക്കാൻ പോന്നേ. ഇത് നിന്റെ SP കൊണ്ടുപോയി കൊടുക്ക്. എന്താടോ ഇത്? ഞാൻ കൊടുത്ത പരാതിയാ സാർ. ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ എന്റെ അച്ഛമ്മയെ കാണുന്നില്ല. പിന്നെന്തിനത് ചുരുട്ടിക്കൂട്ടി അറിഞ്ഞേ? അത് അല്ല സർ, പരാതി അന്വേഷിക്കാം സർ. ആ അർജുൻ, ഞാൻ വീട്ടിൽ വയ്ക്കാം. ടെൻഷനൊന്നും വേണ്ടെന്ന് പറ. ശരി ശരി. അപ്പൊ ഇവിടെ വരുന്ന പരാതിക്കാരുടെ പരാതികള് ചുരുട്ടിക്കൂട്ടി എറിയാറാ പതിവ് അല്ലേ? അയ്യോ അല്ല സർ, സോറി സർ. ആ എന്തായാലും കേസ് ലിസ്റ്റ് എടുക്കാം. എനിക്കൊന്ന് പരിശോധിക്കണം. ശരി സർ. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇതാണല്ലോ മോളെ വിധി. എനിക്ക് കിട്ടേണ്ടിയിരുന്ന അടിയ എനിക്ക് വേണ്ടി മോള് വാങ്ങിയത്. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മോളെ. അമ്മ അതൊക്കെ മറന്നേക്ക്. ഞാൻ അമ്മ ഇവിടെ കൊണ്ടുവന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിനാ. പക്ഷേ ഇപ്പൊ അമ്മയുടെ നല്ല ജീവിതം മാത്രം എന്റെ ലക്ഷ്യം. അമ്മ ഒന്നും ആലോചിക്കണ്ട. അമ്മ ഇനി ഇവിടെയാണ് കുറെ കാലം നിൽക്കാൻ പോകുന്നത്. വേണ്ട മോളെ, ഞാനത് സമ്മതിക്കില്ല. ഇനിയും എനിക്ക് വേണ്ടി മോള് കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ മോൾ ആ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുചെന്നാക്ക്. അയാൾക്ക് ആവശ്യം പണോ? ഞാനും റാണിയും ഒപ്പിട്ടാ മാത്രമേ അയാൾക്ക് പണം കിട്ടൂ. അതുകൊണ്ട് തന്നെ അയാൾ എന്നെ കൊല്ലില്ല. അയാൾ ഒറ്റയടിക്ക് കൊല്ലുന്നില്ല എന്നല്ലേ ഉള്ളു അമ്മേ. അയാൾ കൊല്ലാതെ കൊല്ലല്ലേ. അമ്മ എന്തായാലും എങ്ങോട്ടും പോണ്ട. റാണിയെ ഞങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരാം. അജുവേട്ടൻ പറഞ്ഞതുപോലെ ആദ്യം റാണിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. എന്റെ മോൾ ഇങ്ങനെ പറയുമ്പോ ഞാൻ ഇനി പ്രത്യേകിച്ച് എന്ത് പറയാനാ? ജീവിതത്തിൽ ഒരുപാട് കണ്ണീര് കുടിച്ചു. ജീവിതത്തിൽ സഹായിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ ആരെയും കണ്ടില്ല. എന്റെ റാണി മോള് പോലും എന്റെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ. അമ്മ, അതിനൊക്കെ പകരമായി ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരാളെ കിട്ടി. എന്റെ പൂജ മോളെ. പറയുന്നത് ഞാൻ അനുസരിക്കാം. പക്ഷെ മോൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും മറ്റുള്ളവരുടെ ആക്ഷേപം കേൾക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ കുറിച്ച് അമ്മ വിഷമിക്കേ വേണ്ട. എനിക്ക് ബലമായി എന്റെ അജുവേട്ടൻ കൂടെയുണ്ട്. അജുവേട്ടനുള്ളപ്പോ എനിക്ക് വിഷമിക്കേണ്ടി വരില്ലമ്മേ. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യ മോളെ. ചെറുപ്പത്തിൽ എന്റെ സ്വപ്നം അതൊക്കെയായിരുന്നു. അങ്ങനെയാ നന്ദേട്ടനുമായിട്ട് അടുക്കുന്നത്. വേണ്ട, അതൊന്നും ഓർക്കണ്ട. അമ്മ, എനിക്ക് വിഷമം ഉണ്ടാവില്ല. എന്താണ് അച്ഛനും അഞ്ജനാമയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം? എന്താ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം?
നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അമ്മ പറയൂ. അമ്മ, എനിക്കൊരു വിഷമം ഉണ്ടാവില്ല. പറയാം മോളെ, എല്ലാം വിശദമായി തന്നെ പറയാം. പക്ഷേ സമയമായില്ല. ഞാൻ മോളോട് മാത്രം എല്ലാം പറയാം. മോൾ അതറിയണം. ശരി, അമ്മയ്ക്ക് മനസ്സ് വരുമ്പോ പറഞ്ഞാ മതി. ഞാൻ നിർബന്ധിക്കില്ല. അമ്മ കിടന്നോ. പൂജ, പൂജേ, പൂജ. അമ്മേ, അമ്മേ. നീ വിട്. എനിക്ക് നിന്റെ പുന്നാരും കിന്നാരൊന്നും വേണ്ട. നിന്റെ അമ്മയായിട്ടല്ല, മഹേശ്വരിയുടെ മോളായിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. എവിടെ എന്റെ അമ്മ? അമ്മയെ തിരിച്ചുകൊണ്ടുവാ. അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? നിനക്ക് നിന്റെ അമ്മയെ പോലെ തന്നെയാ എനിക്ക് എന്റെ അമ്മയും. അതെനിക്കറിയാത്ത കാര്യമാണോ? എന്നാ പറ, എവിടെ എന്റെ അമ്മ? അരുണമേ, ഞാനും അർജുനും കൂടി ഇന്നലെ സിറ്റി മുഴുവൻ അടിച്ചു പെറുക്കി. അറിയാവുന്ന ബന്ധുക്കളൊക്കെ വിളിച്ചു ചോദിച്ചു. പക്ഷേ അമ്മയുടെ ഒരു വിവരവുമില്ല. ആനന്ദേട്ടാ, അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ സിറ്റിയിലോ ഗ്രാമത്തിലോ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോ. പക്ഷെ എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ, വാ അമ്മേ, നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? അമ്മയെ കാണാതായിട്ടിപ്പോ 24 മണിക്കൂറായി. നിങ്ങൾക്കൊന്നും ഒരു കുലുക്കുമില്ല. അമ്മ ഒരു ഭജനത്തിന് പോയി എന്ന് പറഞ്ഞ് കൈ കഴുകാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ പറ്റുന്നു? അമ്മ ഇവിടുന്ന് പോവാൻ നിങ്ങൾ എല്ലാവരും കാരണം. ഇനി എവിടെ പോയി ചെന്ന അമ്മ തരിക? എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അമ്മയ്ക്കെല്ലാം അറിയാവുന്നതല്ലേ? ഏത് സാഹചര്യത്തിലാ അഞ്ജനാമ്മ ഇവിടെ കൊണ്ടുവന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മ, ഞാൻ പറയുന്നത് അമ്മയൊന്ന് ക്ഷമയോടെ കേൾക്ക്. പൂജമോളെ, ഞാൻ പറഞ്ഞു, ഞാനിപ്പോ നിന്റെ അമ്മയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, മഹേശ്വരിയുടെ മകളായിട്ടാ. എനിക്കറിയേണ്ടത് ഇത്രേ ഉള്ളൂ. എന്റെ അമ്മയോട് പോയി. ചേച്ചി, ചേച്ചി പറയുന്നത് ഞങ്ങൾക്കൊന്നും അമ്മ ഇറങ്ങിപ്പോയതിൽ ഒരു വിഷമവും ഇല്ലെന്നാണോ? ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ അഞ്ജന ചേച്ചിയെ ഇറക്കി വിട്ടാ അവര് പിന്നെ എവിടെ പോവും? മറ്റു നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ തയ്യാറായത്. ഞാൻ അമ്മയോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. അമ്മയ്ക്ക് ഒരേ വാശി. ആ അമ്മയുടെ ചെറുമകളല്ലേ പൂജ, അവൾക്കും കാണില്ലേ കുറച്ചൊക്കെ വാശി. അച്ഛാ, ഞാൻ അഞ്ജനാമ്മയെ കൂട്ടിക്കൊണ്ടുവന്നത് വാശി തീർക്കാനോ തമ്മിലടിപ്പിക്കാനോ അല്ല. എനിക്ക് അവരോട് അല്പം കരുണ തോന്നി. അതുകൊണ്ടാ ഞാൻ അഞ്ജനാമ്മയെ കൂടെ കൂട്ടിയത്. ഇനി അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ലെന്നാണോ അമ്മ പറഞ്ഞു വരുന്നേ? ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഈ വയസ്സുകാലത്ത് നമ്മുടെ അമ്മ ഒരു ആശ്രയം ഇല്ലാതെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അമ്മ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഭജന ഇരിക്കാനാണ് സാധ്യത. അത് കഴിയുമ്പോ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാം. നീ വെറുതെ ടെൻഷൻ ആവണ്ട. അതെ അമ്മ, അച്ഛമ്മ ഇങ്ങ് വരും. ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും. നിനക്കിതെങ്ങനെ പറയാൻ പറ്റുന്നു മോളെ? എന്തായാലും എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ചേച്ചിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യും? ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. എന്ത് പ്രായശ്ചിത്തം? നാളെ അർജുന് ഇതുപോലൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് നീ അറിഞ്ഞാ ആ പെൺകുട്ടിയെ നീ വീട്ടിൽ കയറ്റോ?
ഒരു സ്ത്രീയോ അത് അംഗീകരിക്കില്ല. അജുവേട്ടന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഒരിക്കലും കടന്നു വരില്ല. നിനക്കങ്ങനെ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. എന്നാലും ചോദിക്കാം, നീ ഉറപ്പിച്ച് പറഞ്ഞല്ലോ, അതിലുള്ള ഉറപ്പെന്താ? ദാ, ഇത് തന്നെ അതിനുള്ള ഉറപ്പ്. ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു മകൾ ഒരിക്കലും അങ്ങനെ അമ്മയോട് ചോദിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അതിന് മാപ്പ് കൂടി പറഞ്ഞിട്ടാ ഞാൻ ചോദിക്കുന്നത്.